മനോഹരമായൊരു ജൂബിലി മന്ദിരവും ജൂബിലി ഹാളും പാരീഷ് ഹാളും പണി തീർപ്പാനായിട്ട് ഇടയായി തീർന്നു. അല്പസ്വല്പമായ പണികൾ അതിന് ബാക്കിയുണ്ട് എങ്കിലും അത് നമുക്ക് സഭാമക്കൾക്ക് തീർക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ വിവിധങ്ങളായ കാര്യാദികൾ ഈ ദിവസങ്ങളിൽ ചെയ്യുവാൻ ഇടയായിത്തീർന്നു. ദേവാലയം മനോഹരമായി ക്രമീകരിച്ച ചുറ്റുപാടുകൾ, ഡെക്കറേഷൻ, അതുപോലെ തന്നെ പരിസരങ്ങൾ, ജൂബിലിയുടെ ആഘോഷം ഒട്ടും കുറയ്ക്കാതിരിക്കാൻ വിവിധ പ്രോഗ്രാമുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ഞായറാഴ്ച മുതൽ നടത്തപ്പെട്ടു. ഒരുപക്ഷെ ഒരു ആരാധന കൂടുതലും കൂടെ ഉണ്ടായി. ഞായറാഴ്ച രാവിലെ ആരാധനയായിരുന്നു പറഞ്ഞിരുന്നത്. രാവിലെ ആരാധനയും എൻ്റെ പ്രോഗ്രാം, ഞാൻ സ്ഥിരീകരണ ശുശ്രൂഷ മറ്റൊരു പള്ളിയിലും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് വീണ്ടും ഇവിടെ വൈകുന്നേരം സഭാമക്കളെല്ലാവരും ഒരുമിച്ച് കൂടി വളരെ വലിയ ഒരു സഞ്ചയം അന്ന് കൂടുകയുണ്ടായ. അനുഗ്രഹിക്കപ്പെട്ട സ്ഥിരീകരണ ശുശ്രൂഷയും കൂടെ അന്ന് വൈകുന്നേരം 5 മണി മുതലുള്ള സമയത്ത് നടത്തപ്പെടുകയുണ്ടായി. വീണ്ടും ഇന്നലെയും ഇന്നുമായിട്ട് ഈ പെരുന്നാൾ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുക. ഈ പെരുന്നാൾ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി എല്ലാവിധമായ സഹായ സഹകരണങ്ങൾ ചെയ്യുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാ സഭാ മക്കളോടുമുള്ള ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി, അതോടൊപ്പം തന്നെ ജൂബിലി ആശംസകൾ ഞങ്ങൾ കുടുംബമായിട്ട് നേരുന്നു, ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് സമാപന ദിവസമാകുന്നുവല്ലോ. ഇന്ന് ബഹുമാനരായ അച്ഛന്മാർ നമ്മുടെ മധ്യേ ഉണ്ട്. ഡയസിസൻ ഓഫീസേഴ്സ്, അവർക്ക് എല്ലാവർക്കും കടന്നു വരാനായിട്ട് പറ്റിയില്ല, വിവിധ പ്രോഗ്രാമുകൾ അവർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ അവരും ഇവിടെ വന്നിരുന്നു. ഇന്ന് സ്നേഹമുള്ള ബിജോയ് അച്ഛൻ നമ്മുടെ മധ്യേ ഉണ്ട്, പാർഷ് ബോർഡിൻ്റെ സെക്രട്ടറി അച്ഛൻ നമ്മുടെ മധ്യേ ഉണ്ട്, മിഷൻ ബോർഡിൻ്റെ ഡയറക്ടർ അച്ഛൻ നമ്മുടെ മധ്യേ ഉണ്ട്, യൂത്തിൻ്റെ ജനറൽ സെക്രട്ടറി അച്ഛൻ നമ്മുടെ മധ്യേ ഉണ്ട്. അങ്ങനെ ഡയസിസിൻ്റെ വിവിധ ചുമതലകൾ വഹിക്കുന്ന അച്ഛന്മാർ, ബഹുമാന അച്ഛന്മാർ ഇവിടെ ഉണ്ട്. മുൻ വികാരിമാർ ഇവിടെ ഉണ്ട്. പ്രിയപ്പെട്ട ജോസ് അച്ഛൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാക്സിൻ ജോണച്ചൻ ഇവിടെ ഉണ്ട്, ശുശ്രൂഷകരുണ്ട്. എല്ലാവരും ചേർന്ന് ഈ സമാപന ആരാധനയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കൂടി വന്നിരിക്കുകയാണ്. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഗായകസംഘം, അതിന് നേതൃത്വം നൽകുന്ന പ്രിയ ജോഡി സാറ്, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, സഭാമക്കൾ, പ്രായമുള്ളവർ, ചെറുപ്പക്കാർ, ബെഞ്ച് വൈദ്യങ്ങൾ, എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. പ്രിയപ്പെട്ട അച്ഛമ്മമാരെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ഈ പെരുന്നാൾ ജൂബിലി പ്രോഗ്രാമിൽ ആരാധനകൾ ഇത്രത്തോളം മംഗളമാക്കി തീർക്കുവാൻ, അത് നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ ഇടം പിടിപ്പാൻ തക്കവണ്ണം അതിൻ്റെ പിന്നിൽ അധ്വാനിച്ച് അതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛൻ ബിനോയ് മാത്യച്ചൻ ഉണ്ട്. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ, അച്ഛൻ്റെ കാഴ്ചപ്പാടുകൾ, ഒരു പ്രോഗ്രാം എങ്ങനെ നടത്തണമെന്നുള്ള അച്ഛൻ്റെ ചിന്ത, അതിനെല്ലാം വളരെ ശക്തമായ പിന്തുണ നൽകിയ സഭയുടെ ഭരണസമിതി അംഗങ്ങൾ, പ്രിയപ്പെട്ട കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, ഡയസിസൻ കൗൺസിൽ അംഗങ്ങൾ, പ്രിയപ്പെട്ട കപ്പ്യാരച്ചൻ, ജൂബിലി കമ്മിറ്റി അംഗങ്ങൾ, നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ദൈവനാമ മൗത്വത്തിനായി നിങ്ങൾ ചെയ്യുന്ന എല്ലാവിധമായ ശുശ്രൂഷകളെയും ദൈവം മാനിക്കുകയും അനുഗ്രഹിക്കുകയും നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ജൂബിലി ആകുന്നുവല്ലോ. ജൂബിലി എന്നാണ് നമ്മളത് പറയുന്നത്. 75 വർഷം, 3/4 നൂറ്റാണ്ട്. ജൂബിലിയെക്കുറിച്ച് വേദപുസ്തകം, പ്രത്യേകിച്ച് ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് സബത്തുമായിട്ടുള്ള ബന്ധത്തിലാണ്. സബത്ത് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ദൈവത്തെ ആരാധിക്കാനുള്ള ദിവസമാണ്. ദൈവത്തെ ആരാധിക്കാനുള്ള ദിവസം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സൃഷ്ടിയുമായിട്ടുള്ള ബന്ധത്തിലാണ്. 6 ദിവസം കൊണ്ട് സൃഷ്ടി പൂർത്തീകരിച്ചതിന് ശേഷം 7-ാം ദിവസം ദൈവം സ്വസ്ഥനായിരുന്നു എന്ന് തിരുവചനം വായിക്കുന്നു. ആ സ്വസ്ഥമായിരുന്ന സബത്ത് എന്ന് പറയുന്ന ആ ദിവസത്തെ അടിസ്ഥാനമാക്കി ആണ് എല്ലാ ദൈവിക ആരാധനകളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്, ഈവൻ ഈ പറയുന്ന ജൂബിലി ഉൾപ്പെടെ. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ലേവ്യ പുസ്തകത്തിൽ ധാരാളം കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പറഞ്ഞു വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് 7 സബത്താണ്ടുകൾ കൂടുമ്പോൾ ജൂബിലി സംവത്സരം കൊണ്ടാടണം. 7 നമുക്കറിയാം, 7 49 വർഷമാകുമ്പോൾ നിങ്ങൾ ഒരു വലിയ പ്രഖ്യാപനം ചെയ്യണം. അതായത് 50-ാം വർഷമാണ് വരുന്നത്. ആ 50-ാം വർഷം എന്നുള്ളത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം, യോവേൽ സംവത്സരമായിരിക്കണം എന്നാണ് അവിടെ പറഞ്ഞത്. സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് സബത്ത് നാളിൻ്റെ എല്ലാ വിശുദ്ധിയോടും എല്ലാ അനുഷ്ഠാനങ്ങളോടും ആചാരങ്ങളോടും കൂടെ ദൈവപ്രസാദമായിട്ട് കൂടി വരുന്ന ജനങ്ങൾ അങ്ങനെ 7 ശബത്താണ്ടുകൾ കഴിയുമ്പോൾ ആ 49-ാം വർഷം തൊട്ട് 50-ാം വർഷമുള്ള ഒരു വർഷം,
അത് അതിൻ്റെ ഭൗതികമായിട്ടുള്ള ലോകപ്രകാരമുള്ള മറ്റ് ദൃശ്യമായ എല്ലാ സംഗതികളെയും ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്ന, പുനഃസ്ഥാപിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവമക്കൾ അവരുടെ ലോക വ്യാപാര ബന്ധങ്ങളിൽ വന്നിട്ടുള്ള ആ ക്രമീകരണങ്ങളിൽ മാറ്റങ്ങൾ അത് പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്ന, എപ്രകാരമായിരുന്നു ആദ്യമായിരുന്ന ആ അവസ്ഥയിലേക്ക് തിരികെ വരുന്ന അനുഭവമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് ജൂബിലി വർഷത്തിൽ നിങ്ങളുടെ വായ്പകളൊക്കെയും ഇളച്ചു കൊടുക്കണം, സ്ഥലമൊക്കെയും വിട്ടുകൊടുക്കണം, ഓരോരുത്തരും അവനവൻ്റെ സ്വന്തം അവകാശ ഭൂമിയിലേക്ക് തിരികെ പോകണം എന്നൊക്കെയും പറഞ്ഞിരിക്കുന്നത്. അത് 50-ാം വർഷമാണ്. വീണ്ടും അത് ഒന്നോടെ ആരംഭിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ജൂബിലിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ 50 വർഷമാണ്. 50 പിന്നെയും 50 വർഷം എന്നാണ് പറയുന്നത്, പിന്നെയും 50 വർഷം, അങ്ങനെ 50 50 50 എന്നുള്ള രീതിയിലാണ് ജൂബിലികൾ കടന്നു പോകുന്നത്. പഴയ നിയമത്തിലെ പഠിപ്പിക്കലനുസരിച്ച് യഹൂദന്മാരെ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ ദൈവം അവരുടെ കൽപ്പിച്ച കൽപ്പനകളനുസരിച്ച് നോക്കുമ്പോൾ അത് ഓരോ 50 വർഷവും അവർ ആത്മീകമായും ശാരീരികമായും ഭൂമിപരമായ അല്ലെങ്കിൽ ഭൗതികമായുള്ള എല്ലാ സംഗതികളിലേക്കും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചിട്ടപ്പെടുത്തുന്ന, ക്രമപ്പെടുത്തുന്ന ഒരു അവസരമാണ് ജൂബിലി വർഷം എന്ന് പറയുന്നത്. ഇത് നമ്മളങ്ങനെ പറയുമ്പോൾ ഒരു ജൂബിലി നമ്മൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഒരു 50 വർഷം കഴിഞ്ഞു പോയി. അടുത്ത 50 വർഷത്തേന് നമ്മൾ ആരെല്ലാം കാണുമെന്ന് അറിയത്തില്ല. ഏതാനും നമ്മുടെ ചെറുപ്പക്കാരും പിഞ്ചു വൈദ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും. പ്രായമുള്ളവർ എത്ര പേര് അത്രയും ഭാഗ്യം കിട്ടുമെന്ന് അറിയത്തില്ല. 25 വർഷം കൂടെ കഴിയുമ്പോൾ നമുക്ക് അടുത്ത ജൂബിലി ആഘോഷിക്കാൻ. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കുള്ള ചില നിശ്ചിത വർഷങ്ങളെല്ലാം നമ്മൾ ഓരോരോ പേരുകൾ പറഞ്ഞ്, നമുക്കറിയാമല്ലോ, 25 വർഷമുണ്ട്, 40 വർഷമുണ്ട്, 60 വർഷമുണ്ട്, 50 വർഷമുണ്ട്, 70 ഉണ്ട്, 85 ഉണ്ട്, 80 ഉണ്ട്, 90 ഉണ്ട്, 100 വർഷം, അങ്ങനെ ഓരോരോ പേരുകൾ പറഞ്ഞ് നമ്മൾ ജൂബിലികൾ ആഘോഷിക്കാറുണ്ട്. അതിലെല്ലാം പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് വേറെ ഒന്നുമല്ല, അതുവരെ നടത്തിയ ദൈവത്തിന് നന്ദി കരയേറ്റുക എന്നുള്ളതാണ്. അതുവരെ നടത്തിയ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുക എന്നുള്ളതാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ തിരികെ ചെല്ലുക എന്നുള്ളതാണ്. ദൈവ സന്നിധിയിലേക്ക് നമ്മളെ തിരികെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ ആകമാനമായിട്ടും തിരികെ ചെല്ലുക എന്നുള്ളത് തന്നെയാകുന്നു. അതുകൊണ്ട് 75-ാമത് വർഷം ആഘോഷിക്കുന്ന സെൻറ്റ് ജോൺ CSI ഇടവക പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തിരികെ ചെല്ലുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ തന്നെ വിനയപ്പെടുത്തുവാൻ, കീഴ്പ്പെടുത്തുവാൻ, പുതിയൊരു സമർപ്പണത്തോടെ കടന്നു പോകുവാൻ ദൈവം നമുക്ക് ഇടയാക്കി തീർക്കട്ടെ. വേദഭാഗം ഇന്ന് 1-ാം പാഠമായിട്ട് വായിച്ച വേദഭാഗത്തിലേക്ക് 1-2 വാക്യങ്ങൾ ഞാൻ ഈ സമയത്ത് വായിക്കും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ ഞാൻ ഒന്നുകൂടെ വായിക്കാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായം 26-ാം വാക്യം മതി. ദൈവമേ, എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസനോട് നീ അരുളി ചെയ്ത വചനം ഒത്തുവരുമാറാകട്ടെ. എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാതിസ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ? എങ്കിലും എൻ്റെ ദൈവമായ യഹോവേ, അടിയൻ ഇന്ന് തിരുമുമ്പിൽ കഴിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിന് അടിയൻ്റെ പ്രാർത്ഥനയിലേക്കും യാതനയിലേക്കും തിരിഞ്ഞ് കടാക്ഷിക്കണം. അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ നാമം ഉണ്ടായിരിക്കുമെന്ന് നീ അരുളി ചെയ്ത സ്ഥലമായ ഈ ആലയത്തിലേക്ക് രാവും പകലും തൃക്കൺ പാർത്തരളയണമേ. ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയൻ്റെയും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെയും യാതന കേൾക്കണമേ. നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേൾക്കണമേ. കേട്ട് ക്ഷമിക്കണമേ. വളരെ തവണ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വേദഭാഗമാകുന്നു ഇത്. ഒരിക്കൽ കൂടെ നമുക്ക് ഈ വചനത്തെ ആസ്പദമാക്കി ചിന്തിക്കാം. ഒരു നിമിഷം നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, കഴിഞ്ഞ 75 വർഷം ഞങ്ങളൊരു സഭയായി സമൂഹമായി ഈ ദേശത്ത് ശേഷിപ്പിച്ച് അനുഗ്രഹിച്ച് നിലനിർത്തിയിരിക്കുന്ന അങ്ങയുടെ മഹാസ്നേഹത്തിനായി, കരുതലിനായി, നന്മയ്ക്കായി 1000 സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, 75 വർഷം ഞങ്ങൾ പിന്നിടുമ്പോൾ ഇതുവരെ അങ്ങ് ലഭിച്ച നന്മകളെ ഓർത്ത് അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും 75-ാമത് ജൂബിലി വർഷമായിട്ട് ഞങ്ങൾ കൊണ്ടാടുമ്പോൾ അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ പകർന്ന് അനുഗ്രഹിക്കണമേ. യഥാർത്ഥമായി അങ്ങേ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, യഥാർത്ഥമായി അങ്ങയുടെ പാതിലേക്ക് തിരികെ വരുവാൻ, യഥാർത്ഥമായി അങ്ങയുടെ ആലയവുമായുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഒരു പുനർചിന്തനം നടത്തുവാൻ, കർത്താവെ വന്നുപോയ കുറവുകൾ, വീഴ്ചകൾ ഏറ്റുപറഞ്ഞ് കർത്താവ് അങ്ങയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങയുടെ സന്നിധിയിൽ അടുത്ത് വരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. മഹത്വം മാതെടുക്കണമേ. യേശുനാഥിൽ പ്രാർത്ഥിക്കുന്നത് ദയോടെ കേൾക്കണമേ. ആമേൻ.
നമ്മൾ ഈ ചെപ്പുകുളം ഇടവകയെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ 75 വർഷം പിന്നിടുന്നു. 75 വർഷം നമ്മൾ ഓർക്കുമ്പോൾ അത് പ്രായമുള്ള അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കൊക്കെ അറിയാം എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ ഒരു സഭയായി നമ്മൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒത്തിരി വെല്ലുവിളികൾ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ ശേഷിപ്പാണ് നമ്മൾ. അത് ദൈവം നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നു? നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഞാനിവിടെ ആദ്യമായി ഈ ആലയത്തിൽ വരുന്നത് 1993-ലാണ്. 94 വർഷങ്ങളിലാണ് ഇവിടെ വരുന്നത്. അന്ന് ഇവിടെ വന്നപ്പോഴത്തെ പഴയ ദേവാലയമാണ്. പഴയ ദേവാലയമാണെങ്കിലും അന്ന് നല്ലൊരു ദേവാലയമായിരുന്നു. അതിൻ്റെ കാലപ്പഴക്കം കൊണ്ടുള്ള പഴക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നത് ചെങ്കല്ല് കൊണ്ട് പണിത ഒരു കെട്ടിടമായിരുന്നു എനിക്ക് തോന്നുന്നു. അത് ഉണ്ടായിരുന്നു. ആളുകൾ അത്രയധികം അന്നുണ്ടായിരുന്നില്ല. ഒരു സഭ ഒരു കൂട്ടമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. യാത്രാ സൗകര്യങ്ങൾ ഇന്നുള്ളതുപോലെ അന്നില്ല. അച്ഛന്മാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. അതുമായിട്ടൊന്ന് തട്ടിച്ച് നോക്കുമ്പോൾ 94 കഴിഞ്ഞ് ഇപ്പോൾ ഒരു 20 വർഷം നമ്മൾ നോക്കുമ്പോൾ വളരെ വളരെ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ വളരെ എന്ന് പറഞ്ഞാൽ വളരെ വളരെ വ്യത്യാസം. 30 വർഷത്തോളമായി. അതെ, 30 വർഷം വളരെ വ്യത്യാസമാണ്. പള്ളി മാറിയിരിക്കുന്നു, താമസ സൗകര്യങ്ങൾ മാറിയിരിക്കുന്നു, റോഡുകൾ വന്നിരിക്കുന്നു, നമുക്ക് പല വഴിക്ക് പള്ളിയിൽ കയറി വരാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുന്നു. എന്തെല്ലാം വ്യത്യാസമാണ്. ദേശം എന്ത് ചെയ്തിരിക്കുന്നു? ദേശം പുരോഗമിച്ചിരിക്കുന്നു. മനോഹരമായ വീടുകൾ എന്ത് ചെയ്തിരിക്കുന്നു? ഈ ദേശത്ത് ഉണ്ടായിരിക്കുന്നു. ധാരാളം ആളുകൾ ഉണ്ടായിരിക്കുന്നു. ചെപ്പുകുളം CSI പള്ളി എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച് ബസ് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. എന്തെല്ലാം വ്യത്യാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും അത് നമ്മുടെ ആരുടെങ്കിലും ഒരു മിടുക്കല്ല, ദൈവത്തിൻ്റെ ഒരു കൃപ എന്ന് അല്ലാതെ മറ്റൊന്നും പറയാനായിട്ടില്ല. മെയിനായിട്ടൊരു റോഡാണ് എന്ത് ചെയ്യുന്നത്. ഈ റോഡ് പോകുന്നത് കുളമാവിലേക്ക് പോകുന്ന ആ റോഡിലേക്ക് ചേരുന്ന മെയിൻ വഴിയായിട്ട്, ഒരു പകരം വഴിയായിട്ട് എന്ത് ചെയ്യുന്നു, ഇത് കടന്നു പോകുന്നു. അതെല്ലാം ദൈവം നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തെ ഇത് സ്തോത്രത്തിനുള്ള അവസരമാണ്, സ്തുതിക്കാനുള്ള അവസരമാണ് ഇതിൻ്റെ ഈ ആരാധനയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അപ്പോൾ എന്ത് പറഞ്ഞാൽ നമ്മൾ സ്തുതിക്കുന്നത് അല്ലേ? എന്ത് പറഞ്ഞാൽ സ്തുതിക്കുന്നത്? സ്തുതിക്കണമെങ്കിൽ ഒരു നന്മ പറഞ്ഞേ നമുക്ക് സ്തുതിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? തിന്മ പറഞ്ഞാൽ നമുക്ക് സ്തുതിക്കാൻ പറ്റത്തില്ല. തിന്മ പറഞ്ഞാൽ ശപിക്കാനേ പറ്റത്തുള്ളൂ, നന്മ പറഞ്ഞാൽ നമുക്ക് സ്തുതിക്കാനായിട്ട് പറ്റും അല്ലേ? നമ്മൾ പ്രത്യേകിച്ച് സങ്കീർത്തന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 146 സങ്കീർത്തനം, അവിടെ വലിയൊരു സ്തുതിയുടെ ഒരു സങ്കീർത്തനം അവിടെ എണ്ണിപ്പറഞ്ഞ് ഇസ്രായേൽ മക്കൾ സ്തുതിക്കുന്ന ഒരു പാട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവാദി ദൈവത്തിന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ നല്ലവൻ. നമ്മൾ വേദോസം വളരെ ശ്രദ്ധയോടെ ഒന്ന് വായിച്ചാൽ അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു വാക്കുണ്ട്. യഹോവ നല്ലവൻ എന്ന് ഒരാൾ പറയുന്നതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം. യഹോവ നല്ലവൻ എന്ന് ഒരാൾ ഹൃദയത്തിൽ തൊട്ട് പറഞ്ഞാൽ അത് അത്രയും ഒരു പ്രസാദം, അതിൽ പരം ഒരു പ്രസാദം ദൈവത്തിന് വേറെ ഒന്നും. ദൈവമേ നീ നല്ലവൻ. ഇന്ന് 75 വർഷം പിന്നിടുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഓർത്ത് ചിന്തിച്ച് പറയേണ്ട ഒരു കാര്യമാണ്, ദൈവമേ നീ നല്ലവൻ, നീ എനിക്ക് നല്ലവൻ. അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട് എന്ന് നമ്മൾ മറന്നു പോകാൻ. നമ്മൾ പ്രത്യേകിച്ച് നമ്മളിവിടെ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അങ്ങനെ പോകുന്നു. ശത്രുക്കളിൽ നിന്നുള്ള വിടുതൽ ലഭിച്ചതിന്, അത്ഭുതകരമായ മരുഭൂമിയിൽ കൂടെ നടത്തിയതിന്, ചെങ്കടലിനെ പിളർത്തിയതിന്, ശത്രുക്കളെ കീഴ്പ്പെടുത്താറുമാക്കിയതിന് എന്ന് പറഞ്ഞ് എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് എണ്ണി 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 പറഞ്ഞ് എന്ത് ചെയ്യാണ്? ദൈവത്തിന് നീ നല്ലവനാണെന്ന് പറയാം. നീയാണ് ഇതിന് കാരണഭൂതൻ, നീ നല്ലവൻ എന്ന് പറയുന്നു. ദൈവമേ മനോഹരമായ റോഡ് ഇവിടെ തന്നതിന് ദൈവമേ നിനക്ക് സ്തോത്രം അല്ലേ, നീ നല്ലവൻ. മനോഹരമായൊരു പാഴ്സനേജ് തന്നതിനായി സ്തോത്രം. മനോഹരം ഒരു ആലയം തന്നതിനായി ദൈവമേ ഞങ്ങൾ നിന്നെ സ്തുതിക്കും. ഇങ്ങോട്ട് കയറി വരുവാൻ നല്ല വഴികൾ ഉണ്ടാക്കിയതിനായി സ്തോത്രം. ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരുവാൻ വാഹനങ്ങൾ തന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് പണിവാനുള്ള ആരോഗ്യം തന്നതിനായി സ്തോത്രം. താമസിപ്പാൻ നല്ല വീടുകൾ തന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം തന്നതിനായി സ്തോത്രം. എന്തെല്ലാം പറഞ്ഞാലേ നമുക്ക് സ്തോത്രിക്കാം.
ധാരാളം കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് സ്തോത്രം ചെയ്യാൻ സാധിക്കും. എണ്ണി എണ്ണി സ്തുതിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു പാട്ടും കൂടെ ഉണ്ട്. എണ്ണി എണ്ണി സ്തുതിക്കുക, അതാണ് ദൈവത്തിന് ഏറ്റവും പ്രസാദം. 175ാമത് ജൂബിലി നമ്മൾ കൊണ്ടാടുമ്പോൾ, വർഷങ്ങൾ പിന്നിടുമ്പോൾ, ഇന്ന് നമുക്ക് സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, അങ്ങനെ നമുക്ക് ഹൃദയത്തിൽ തൊട്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ആലയത്തെക്കുറിച്ചുള്ള കാര്യം കൂടെ ഇവിടെ സലോമോൻ രാജാവ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവം എന്ന് പറയുന്ന, ഇവിടെ പറയുന്ന സർവശക്തനായ ദൈവം, അവൻ സ്വർഗാദി സ്വർഗങ്ങൾക്ക് മീതെ വസിക്കുന്നവനാണ്, ഉന്നതനാണ്. അത്രയും വലിയൊരു ദൈവത്തെ ഈ ആലയത്തിൽ ഒതുക്കാനായിട്ട് പറ്റത്തില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ജ്ഞാനികളിൽ ജ്ഞാനിയായ സലോമോൻ പറയാണ്, ഈ വലിയവനായ ദൈവത്തെ ഞാനുണ്ടാക്കിയിരിക്കുന്ന ഈ ആലയത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല എന്നെനിക്കറിയാമെങ്കിലും ദൈവമേ, അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരിക്കണം. ഞങ്ങൾക്ക് ഒരൊറ്റ അപേക്ഷയേ ഉള്ളൂ. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ അപ്പനായ ദാവീദിനോട് നീ ചെയ്ത പ്രതിജ്ഞകളെല്ലാം, വാഗ്ദത്തങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? അക്കമിട്ട് പറഞ്ഞുകൊണ്ട് പറയണം, അതെല്ലാം നിവർത്തിച്ചിരിക്കുന്നു. എന്നെ പോലെ ഒരു മകനെ ദാവീദിന് നൽകി, എൻ്റെ അപ്പന് നൽകി, അവനെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് പറഞ്ഞു എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നു. അവൻ എനിക്കൊരു ആലയം പണിയുമെന്ന് പറഞ്ഞു. ദൈവമേ, ഇത് സംഭവിച്ചിരിക്കുന്നു. ഞാൻ ഇനി എന്ത് പറയേണ്ടു? ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, ദൈവമേ, അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യവും ഈ ആലയത്തിൽ ഉണ്ടായിരിക്കണം. നമ്മൾ വേദഭാഗം തുറന്നുള്ള വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, സലോമോന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. സലോമോന്റെ പ്രാർത്ഥന ഇപ്രകാരം: ദൈവത്തിൻ്റെ കണ്ണ്, ദൈവത്തിൻ്റെ ഹൃദയം, ദൈവത്തിൻ്റെ ദൃഷ്ടി എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കണം. ഇവിടെ വന്ന് ഒരാൾ പറഞ്ഞ ഒരു അപേക്ഷ കഴിച്ചാൽ, പ്രാർത്ഥന കഴിച്ചാൽ, ആ പ്രാർത്ഥന നീ കേൾക്കണം. കേൾക്കുക മാത്രമല്ല, കേട്ട് ക്ഷമിക്കണം. 30-ാം വാക്യം അങ്ങനെയാണ്. പലപ്പോഴും ഞാൻ ആ വാക്യം വായിക്കുന്നത് ശ്രദ്ധിക്കാറുണ്ട്. പലപ്പോഴും കേട്ട് ക്ഷമിക്കണമേ എന്നുള്ള ആ കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, വായിക്കുമ്പോൾ പലപ്പോഴും ആൾക്കാർ വിട്ടുപോകുന്നുണ്ട്. പക്ഷേ ഇന്ന് അത് കൃത്യമായിട്ട് അത് വായിച്ചു, അതും കൂടെ ചേർത്താണ് വായിക്കുന്നത്. അതിന് മുമ്പ് അതൊരു സെമിക്കോളനാണ് ഇട്ടിരിക്കുന്നത്. അവിടെ ആ വാക്യം പൂർണ്ണമാകുന്നില്ല, അതിൻ്റെ ഫുൾ സ്റ്റോപ്പ് വരുന്നത് ആ സെൻറ്റൻസിലൂടെ കഴിയുമ്പോഴാണ്. ഇപ്പോൾ പാഠം വായിക്കുന്നവർ അത് വളരെ ശ്രദ്ധിച്ച് വായിക്കുന്ന ഇവിടെ ഭംഗിയായിട്ട് അത് വായിച്ചു. പ്രത്യേകിച്ച് ദൈവം അനുഗ്രഹിക്കട്ടെ. കേൾക്കണമേ, കേട്ട് ക്ഷമിക്കണം. ഇവിടെ നിന്ന് പറയുന്ന നമ്മളെ പാപം ഏറ്റു പറഞ്ഞാൽ ആ പാപം എന്ത് ചെയ്യും? ദൈവം ക്ഷമിക്കും. നമ്മളിവിടെ നിന്ന് ഒരു അപേക്ഷ കഴിച്ച ആ അപേക്ഷ ദൈവം കേൾക്കും. നമ്മൾ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സലോമോനെ, നിന്റെ അപേക്ഷ ഞാൻ കേട്ടിരിക്കുന്നു, നിന്റെ അപേക്ഷ ഞാൻ കേട്ടിരിക്കുന്നു. എൻ്റെ സാന്നിധ്യം എപ്പോഴും ആലയത്തിലുണ്ടായിരിക്കും. എൻ്റെ കണ്ണും എൻ്റെ ഹൃദയവും എൻ്റെ ദൃഷ്ടിയും എപ്പോഴും ആലയത്തിലുണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, ദൈവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ വളരെ വളരെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ വരും? എങ്ങനെ വരേണ്ടത്? ഒരു ബോധമുണ്ടെങ്കിൽ, ബോധ്യമുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്? നമ്മൾ അവിടുന്ന് മുണ്ടൊക്കെ മടിച്ചു കുത്തി ഇവിടെ ഒരു തല കെട്ടക്കെട്ടി ഇങ്ങോട്ട് വരുമോ? വരത്തില്ല. എന്താ വരാതെ? ദൈവാലയമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് അല്ലേ? തലക്കെട്ടും കെട്ടി, കൈയും ചുരുട്ടി കയറ്റി, മുണ്ടും പടിയും കുത്തി എന്ത് ചെയ്യത്തില്ല? വരാൻ പറ്റത്തില്ല. അതൊരു ബഹുമാനക്കുറവാണ് അല്ലേ? അതൊരു ആദരവ് കുറവാണ്. അപ്പം നമ്മുടെ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദരിക്കുന്നു. ദൈവം മഹത്വത്തിനുള്ളവനല്ലേ? അവൻ്റെ സന്നിധിയിൽ നിൽപ്പാൻ നമ്മൾ യോഗ്യരല്ല, എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് ഒരുപാട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ വളരെ ആ ഭക്തി കാണിക്കാൻ, ഭക്തി പ്രകടിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? തലക്കെട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അത് അഴിച്ച് മാറ്റി, പിന്നെ മുണ്ടൊക്കെ മാടിക്കുത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് അഴിച്ചിട്ട് കൈയൊക്കെ എന്ത് ചെയ്യുന്നു? കൂപ്പി എന്ത് ചെയ്യുന്നു? ഇല്ല, കടന്നു പോകുന്നു അല്ലേ? പണ്ടൊക്കെ ദേവാലയത്തിന് മുമ്പ് കൂടെ ഒരു ചുമട് പോലും എന്ത് ചെയ്യത്തില്ല? കൊണ്ടുപോകത്തില്ല. തലയിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യത്തില്ല? ചുമട് കൊണ്ടുപോകത്തില്ല. ദേവാലയത്തിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ എന്ത് ചെയ്യും? അവരുടനെ അത് ഊർത്തി തോളയിട്ടുകൊണ്ട് അങ്ങ് പോകും. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ദേവാലയത്തിന് മുമ്പിൽ കൂടെ എന്ത് ചെയ്യത്തില്ല? ഒരു ചുമടും കൊണ്ടുപോകത്തില്ല. ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ദേവാലയത്തിന് മുമ്പിൽ കൂടെ എന്ത് ചെയ്തില്ല? നമ്മൾ ചുമ്മാ പാസ് ചെയ്യത്തില്ല. പക്ഷേ നമ്മുടെ CSIക്കാർക്ക് അത്രയും ഒരു പഠിപ്പില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെന്ത് ചെയ്യുന്നു? നമ്മളങ്ങോട്ട് തലക്കം വിലങ്ങും ഒക്കെ പോകും. ദേവാലയമല്ല എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് വിഷയമല്ല അല്ലേ? എന്നാൽ മറ്റ് പല സഭകളെ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് അങ്ങനെ പ്രത്യേകമായ പഠിപ്പിക്കലുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ദേവാലയം, അത് ഏത് ദേവാലയം, ക്രിസ്ത്യൻ ദേവാലയം ഏതാണെങ്കിലും അവരെന്ത് ചെയ്യും? അവരെ ചെറുതായിട്ടൊന്ന് തലവണക്കിട്ടേ പോകുള്ളൂ അല്ലേ? അതങ്ങനെ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കുരിശും തൊട്ടി കടന്നു പോയാൽ അവരെന്ത് ചെയ്യും? അവിടെ ഒന്ന് തലവണക്കിട്ട് അവർ പോകത്തുള്ളൂ. ഒരച്ഛനെ കണ്ടാൽ എന്ത് ചെയ്യും? അവരൊന്ന് വണങ്ങിയിട്ട് യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടേ പോകും അല്ലേ? നമ്മൾ അതിനൊക്കെ മുകളിലാണെന്നാണ് നമ്മുടെ ഒരു ചിന്ത. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല?
ഇതൊന്നും നമുക്ക് ബാധകവുമല്ല. ഇതൊന്നും നമുക്ക് ബാധകവുമല്ല. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ദൈവത്തോടാണ് എന്ത് ചെയ്യുന്നത്? ദൈവത്തോടുള്ള ഭക്തിയാണ് അത് ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ 75 വർഷം നമ്മൾ പിന്നിടുമ്പോൾ പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയണം, പ്രാർത്ഥനയെക്കുറിച്ച് ചെപ്പുകുളം പള്ളിക്കാരോട് എന്തെങ്കിലും പറയണം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ധാരാളം പ്രാർത്ഥനകളും സ്തോത്രങ്ങളും ആരാധനകളും ഒക്കെ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. ബഹുമാനുള്ള ജോസഫ് അച്ഛൻ ഇവിടെ വന്ന് പ്രാർത്ഥനയ്ക്കൊക്കെ കൂടിയ കാര്യമൊക്കെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മറ്റ് അനേക അച്ഛന്മാർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച കാര്യം പറഞ്ഞിട്ടുണ്ട്. ധാരാളം ഭൂതഗ്രസ്തർ ഇവിടെ വന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഉരുണ്ടു വീണ് സൗഖ്യം പ്രാപിച്ച് പോയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്, ആടിയിട്ടുണ്ട്, ഹല്ലേലൂയ പറഞ്ഞിട്ടുണ്ട്, സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയെക്കുറിച്ചോ അതിൻ്റെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചോ ഞാൻ നിങ്ങളെ പഠിപ്പിക്കണം എന്നെനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഓർത്തിരിക്കേണ്ട സംഗതി ഒന്നുകൂടെ പറയട്ടെ. ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന ബോധ്യം നമുക്കിപ്പോഴും ഉണ്ടായിരുന്നു. ആരാധനയ്ക്ക് വേണ്ടി ദൈവസ്മരണയ്ക്കായിട്ട് എവിടെയെല്ലാം സ്ഥലങ്ങൾ വേർതിരിക്കുന്നുവോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഉണ്ട്. 75 വർഷം നമ്മൾ പിന്നിടുമ്പോൾ നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് കൈമാറേണ്ട വിശ്വാസം എന്നുള്ളത്, മക്കളെ, ഇതേതാണ് സ്ഥലം? ഇത് ദൈവാലയമാണ്. ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഇവിടെ ഉണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ദേവാലയത്തിൽ വന്ന് ദൈവത്തോട് പറയണം. ദൈവത്തോട് പറഞ്ഞാൽ എന്ത് ചെയ്യും? ദൈവം കേൾക്കും. അതിന് വചനം എന്ത് ചെയ്യും? നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. 9-ാം അധ്യായത്തിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവം ഉറപ്പ് തന്നിട്ടുണ്ട്. വന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ദൈവം കേൾക്കും. ഓക്കെ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും എന്നുള്ളതിന് കൈവയ്ക്കുകയെ ഏതാ ദൈവം? ഒരു പക്ഷേ പലരും എന്ത് ചെയ്തിട്ടില്ല, ചോദ്യം കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് ചോദ്യം, അത് ഒരു എന്താ, ഞങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരിക്കും അല്ലേ? നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു കുഴപ്പമുണ്ട്, അപജയമുണ്ട്. അപജയം വേറെ ഒന്നുമല്ല, നമ്മുടെ അടുത്ത് ഒരാൾ വന്ന് നമുക്കൊരു രോഗം വന്നു കൂട്ടിക്കോ, നമ്മളെന്ത് ചെയ്തില്ല? അങ്ങേയറ്റം പോയതുകൊണ്ട് കുറിച്ച് ആർക്ക് കൊടുക്കും? അച്ഛന് കൊടുക്കും. ഇതൊന്ന് പ്രാർത്ഥിച്ചോണം. അച്ഛനെന്താ ചെയ്യുന്നു? വരിക്കാനിക്കൽ ഫ്രാൻസിസും കുടുംബവും പ്രാർത്ഥിക്കാം, അത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ അവർക്ക് വേണ്ടി വലിയ പ്രാർത്ഥനയുണ്ടോ എന്ന് ചോദിച്ചാൽ അത് എനിക്കറിയത്തില്ല. പലപ്പോഴും പേര് മാത്രം പറയത്തുള്ളൂ, പിന്നെ പറയും അപേക്ഷ കേൾക്കണമെന്ന് പറയും. ഇവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് എന്ത് ചെയ്യുന്നില്ല, യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നില്ല, പലപ്പോഴും പറയുന്നത്. ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയൊരു ചെറിയൊരു ഒരു കുറവാണ്. അവിടെ പേരുകൾ മാത്രമേ പറയുന്നുള്ളൂ, ആവശ്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അർപ്പിക്കുന്നു. കാരണം അതിനുള്ള സമയമില്ലായിരിക്കും ഒരു പക്ഷേ, അതാണ്. അതുകൊണ്ട് അങ്ങനെ ഒന്നും വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിനകത്ത് ശുശ്രൂഷ ക്രമത്തിൽ 1-2 മോഡൽ പ്രാർത്ഥനകൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അത് സംക്ഷേപിക്കണം, ഉൾക്കൊള്ളിക്കണമെന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കുന്നു. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നാണ് അതൊരു മധ്യസ്ഥ പ്രാർത്ഥന വേറൊരു വശമാണ്. എൻ്റെ ചോദ്യം അതല്ല, നമ്മളിങ്ങനെ പ്രാർത്ഥന കുറിച്ച് കൊടുത്താലും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം, അല്ലേ? കർത്താവേ, എനിക്ക് തലവേദനയാണ്, മാറ്റിത്തരണത്. ആരെങ്കിലും ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? എൻ്റെ കൊച്ചിന് അസുഖമാണ്, ദൈവമേ അസുഖം മാറ്റിത്തരണമെന്ന് ആരെങ്കിലും ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ദൈവം അത് പറഞ്ഞ ദൈവം കേൾക്കും, അല്ലേ? ധാരാളം ഉദാഹരണങ്ങൾ വേദവസ്ഥയിലുണ്ട്, അത് ഞാൻ പറയാനായിട്ട് സമയം എടുക്കുന്നില്ല. ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച് ധാരാളം വിശ്വാസി ദൈവമക്കളെക്കുറിച്ച് വേദവസ്ഥത്തിൽ നമുക്ക് വേണ്ടി സാക്ഷ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യം ഇതാണ്, നിങ്ങൾക്കൊരാവശ്യം വന്നാൽ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ആ കാര്യം പറയുന്നുണ്ടോ എന്നാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ അടുത്ത് ഒരു ആവശ്യം പറഞ്ഞാൽ, എനിക്ക് രോഗമാണ്, ദുഃഖമാണ്, പ്രയാസമാണ്, കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ വേറെ ആരുടെയെങ്കിലും അടുത്ത് പറഞ്ഞു വിടുകയല്ലാതെ നിങ്ങൾ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ പറയണമെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെ പറയണമെങ്കിൽ നമുക്കിവിടെ ആ വിശ്വാസം ഉണ്ടായിരിക്കണം, നമ്മളിവിടെ വന്ന് പ്രാർത്ഥിച്ചിരിക്കണം, നമ്മൾക്ക് അനുഭവം ഉണ്ടായിരിക്കണം. അതില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതില്ലാത്തതുകൊണ്ട് നമ്മൾ പറയത്തില്ല. കേൾക്കണോ? ഒരു ഉദാഹരണം കൂടെ പറയാം. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ്. നമ്മളൊരു മിഷൻ ഫീൽഡുണ്ട്, ഹൈറേഞ്ചിലെ ഒരു മിഷൻ ഫീൽഡാണ്. ആ മിഷൻ ഫീൽഡിൽ ഒരു പള്ളി പണിതു. പള്ളി എന്ന് പറഞ്ഞാൽ വലിയ പള്ളിയൊന്നുമല്ല, ഇതിൻ്റെ 4-1 പള്ളിയാണ് അവിടെ പണിയുന്നത്. ആ പള്ളി പണിതപ്പം അവിടെയുള്ള അക്രൈസ്തരായ ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് എപ്പോഴും പള്ളിയിൽ കയറി പ്രാർത്ഥിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് പള്ളിയുടെ ഫ്രണ്ടിൽ വന്ന് പ്രാർത്ഥിക്കാൻ ഒരു അവസരം തരണം, മഴയൊക്കെ ഉള്ള സമയത്ത് നനയാതെ നിന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് ഒരു അവസരം ഉണ്ടാക്കി തരണം.
നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഫോർട്ടിക്കോ അല്ലെങ്കിൽ ഒരു തിണ്ണ അവിടെ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. പൈസ തരാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല, ആൾപ്പണി ഞങ്ങൾ ചെയ്തു തരാം. ആരാ പറയുന്നത്? അക്രൈസ്തവരായ ആൾക്കാർ, ക്രിസ്ത്യാനികൾ അക്രൈസ്തവർ. അവരുടെ അപേക്ഷ അല്ലെങ്കിൽ അവരുടെ ആവശ്യം മനസ്സിലാക്കി എന്ത് ചെയ്തു? നമ്മൾ അവിടെ ഇതുപോലെ ഒരു ഫോർട്ടിക്കോ ഉണ്ടാക്കി കൊടുത്തു. അവരെല്ലാ ദിവസവും പോകുമ്പോൾ എന്ത് ചെയ്യും? ആ ഫോർട്ടിക്കോയിൽ വന്ന് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കുന്നത് നമുക്കറിയത്തില്ല, പക്ഷേ അവർക്കൊരു കാര്യം അറിയാം, അതെന്താണ്? അത് ദൈവാലയമാണെന്നും അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്നും അവർക്ക് ഉറപ്പുണ്ട്. അവർ പ്രാർത്ഥിക്കുന്നത് വേറെ ഒന്നുമല്ല, പ്രാർത്ഥിക്കുന്നത് അപകടങ്ങളുള്ള സ്ഥലത്തൂടെയാണ് അവർ പോകുന്നത്. കാട്ടാനകളും കാട്ടുമൃഗങ്ങളുള്ള ദേശത്തൂടെ പോകുമ്പോൾ ദൈവമേ ഞങ്ങളെ കാത്തുകൊള്ളണം. അവർ പറഞ്ഞ സാക്ഷ്യമുണ്ട്, ഈ ദേവാലയം ഇവിടെ വന്നതിന് ശേഷം ആനശല്യങ്ങൾ വളരെയധികം കുറഞ്ഞിരിക്കുന്നു. ഇല്ല എന്ന് പറയാം, ഞങ്ങൾക്ക് വളരെ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? അതിലെ പോകാം. ആരുടെ സാക്ഷ്യമാ? അക്രൈസ്തവരുടെ സാക്ഷ്യം. നമ്മുടെ സാക്ഷ്യമോ? നമ്മുടെ സാക്ഷ്യമോ? നമ്മളൊരു ആവശ്യം വന്നാൽ നമ്മൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുമോ? ജൂബിലി വർഷത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം അതാണ്. ജൂബിലിയുടെ അന്തസ്സത്ത എന്ന് പറയുന്നതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് പഴയതിലേക്ക് യഥാർത്ഥമായ ഒരു ദൈവ പൈതലും ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് തിരികെ വരണമെന്നുള്ളതാണ്. അതിന് വരണമെങ്കിൽ കൃത്യമായ പ്രമാണങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രമാണങ്ങൾ അനുസരിച്ച് ദൈവസന്നിധിയിലേക്ക് വന്ന് ദൈവവുമായുള്ള ബന്ധം ദൃഢപ്പെടുത്തുവാൻ, അതിലൂടെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് നല്ലൊരു സാക്ഷ്യം വഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സാക്ഷികളായി, ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ ജൂബിലി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് നമ്മൾ മറന്നു പോകരുത്. ദൈവാലയം എന്നുള്ളത് ദൈവത്തിൻ്റെ ആലയമാണ്. അത് ദൈവം അവിടെ വസിക്കുന്നു എന്നുള്ള ഉറപ്പ്, നിശ്ചയം നമുക്കുണ്ടായിരിക്കണം. ആ ഒരു ബഹുമാനം നമുക്കുണ്ടായിരിക്കണം. ആ ഒരു ഭക്തി നമുക്കുണ്ടായിരിക്കണം. ആ ഭക്തിയോടെ നമ്മൾ ദൈവസന്നിധി വന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കും എന്ന് വിശുദ്ധ തിരുവെഴുത്ത് അസന്നിഗ്ധമായിട്ട് പറയുന്നു. ജൂബിലി വർഷത്തിൽ നമുക്കെടുക്കാം അങ്ങനെ ഒരു തീരുമാനം. ഇനിയും അനേക ജൂബിലികൾ കൊണ്ടാടുവാൻ തക്കവണ്ണം നമ്മുടെ തലമുറ ഈ ദേശത്ത് അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. എന്തെല്ലാം നന്മകൾ നമ്മൾ അനുഭവിച്ചു എന്നോർത്ത്, ഏതെല്ലാം സംഗതികൾ നമ്മളെ ദൈവം വിടുവിച്ചു എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കണം. അത് ഇവിടെ വരുമ്പോൾ മാത്രമല്ല പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനപ്രാർത്ഥനകളിലും അത് ഉണ്ടായിരിക്കണം എന്ന് ഞാൻ സമയത്ത് ഓർപ്പിക്കട്ടെ. പണ്ടുകാലങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു, വീട്ടുപ്രാർത്ഥന ഉണ്ടായിരുന്നു. വീട്ടുപ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ കുടുംബ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു, രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇന്ന് അതിനെല്ലാം മാറ്റം വന്നിരിക്കുന്നു. ജൂബിലി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, അതിലേക്ക് തിരികെ വരണം. നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നമ്മളെ വീട് തന്നെ എന്താണ്? ഒരു ആരാധനാ സ്ഥലമാണ്. വീട്ട് ആരാധനാ സ്ഥലമാണ്, പ്രാർത്ഥനാ സ്ഥലമാണ്. നമ്മൾ അവിടെ പ്രാർത്ഥിക്കണം ദൈവത്തോട്. നിങ്ങൾ മാതാപിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നത് കണ്ട് കുഞ്ഞുങ്ങളും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ പഠിക്കും. അങ്ങനെയാണ് വിശ്വാസം തലമുറകളിലേക്ക് കൈമാറ്റപ്പെടുന്നത്. ജോലി എത്ര തിരക്കുള്ളതാണെങ്കിലും, എത്ര ജീവിതം എത്ര വൈഷമ്യമേറിയതാണെങ്കിലും ദൈവത്തെ ഭവനത്തിൽ പ്രാർത്ഥിപ്പാൻ നമ്മൾ മറന്നു പോകരുത്. അത് കുടുംബ പ്രാർത്ഥന നമ്മുടെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള, കുറഞ്ഞു പോയിട്ടുള്ള കുടുംബ പ്രാർത്ഥനകൾ, രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനകൾ നമ്മൾ പുനഃസ്ഥാപിക്കണം. 75 വർഷം പിന്നിടുമ്പോൾ ഇത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചിന്തയായിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെ വചനം നമ്മോട് ആവശ്യപ്പെടുന്നു, തിരികെ വരുവാൻ ആവശ്യപ്പെടുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടത്തനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാൻ ആവശ്യപ്പെടുന്നു. നഷ്ടപ്പെട്ടു പോയ, നമ്മൾ അവഗണിച്ചു പോയ കുടുംബ പ്രാർത്ഥനകൾ, വീട്ടുപ്രാർത്ഥനകൾ തിരികെ കൊണ്ടുവരണം. രാവിലെയും വൈകുന്നേരവും നമ്മൾ അത് പ്രാർത്ഥിക്കണം. നമ്മിൽ കുറഞ്ഞു പോയ തിരുവചന വായന, വേദപുസ്തക വായന നമ്മൾ തിരികെ കൊണ്ടുവരണം. നമുക്ക് അക്ഷരാഭ്യാസം ദൈവം തന്നത് വിശുദ്ധ വചനം വായിക്കാൻ വേണ്ടിയാണ്. അത് നമ്മൾ അവഗണിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കരുത് എന്ന് ഞാൻ സമയത്ത് ഓർപ്പിക്കട്ടെ. ഒന്നാമത് ഇതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. വചന വായനയിൽ വന്ന വീഴ്ച അത് തിരുത്തിക്കൊണ്ട് പുതിയൊരു തുടക്കം നമുക്ക് കുറിക്കണം. ജൂബിലി വർഷത്തിൽ ദൈവമേ ഞാൻ അങ്ങയുടെ വചനം വായിക്കും, അങ്ങയുടെ വചനം ഗ്രഹിക്കാൻ ഞാൻ ഇഷ്ടപ്പെടും, താല്പര്യപ്പെടും എന്ന് നമ്മൾ പറഞ്ഞൊരു തീരുമാനം എടുക്കണം. ജൂബിലി അത് നമ്മളോട് ആവശ്യപ്പെടുന്നു എന്ന് നാം മറന്നു പോകരുത്. ദൈവത്തിൻ്റെ വചനമനുസരിച്ചുള്ള ജീവിതമുണ്ടോ എന്ന് നോക്കണം. അതും നമ്മൾ ജൂബിലി വർഷത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്ന സംഗതികളാണ്. ദൈവത്തിൻ്റെ വചനത്തിന് അനുസരിച്ച് ദൈവ ഇഷ്ടത്തിന് വിരുദ്ധമായി വന്നിട്ടുള്ള സംഗതികളെ, കൽപ്പനകളും പ്രമാണങ്ങളും വചനങ്ങളും വായിച്ചുകൊണ്ട് പിഴവുകളെ ഏറ്റുപറഞ്ഞ് പുതിയൊരു തുടക്കം കുറിപ്പാൻ ജൂബിലി നമ്മോട് ആവശ്യപ്പെടുന്നു. ദൈവാലയം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ ദേവാലയത്തിൽ ആരാധിപ്പാൻ വരേണ്ടത് നിങ്ങളാണ് ഈ ദേവാലയത്തിൽ വരേണ്ടത്. വേറെ ആരെങ്കിലും ഇവിടെ വരും എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല, അല്ലേ? അതൊരു പക്ഷേ പെരുന്നാൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വരും. നമ്മൾ എന്ത് ചെയ്യണം? ആരാധിക്കും. വേദോസ്തവത്തിൽ വളരെ
സങ്കീർത്തന വേദഭാഗങ്ങളിലും അല്ലാതെ വേദഭാഗങ്ങളിലും ശ്രദ്ധിക്കുമ്പോൾ ചില കാര്യങ്ങൾ എന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമേ, ഒരു ഭക്തന്റെ നിലവിളിയാണ്, ദൈവമേ അങ്ങയുടെ അടയാളങ്ങൾ, ജനത്തിൻ്റെ ഞങ്ങളുടെ അടയാളങ്ങളൊന്നും കാണുന്നില്ല, കൊടികളൊന്നും കാണുന്നില്ല, കൊടികളെല്ലാം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു, ആലയം ശൂന്യമാക്കപ്പെട്ടിരിക്കുന്നു. ഒരു ഭക്തന്റെ നിലവിളിയാണ്. നമ്മൾ മനോഹരമായ ഒരു കൊടിമരം ഉണ്ടാക്കി നമ്മൾ പതാക ഉയർത്തിയിട്ടുണ്ടല്ലേ. കൊടികൾ അടയാളമാണ് പ്രിയമുള്ളവരെ, ദൈവവിശ്വാസത്തിൻ്റെ അടയാളം, ദൈവജനത്തിൻ്റെ അടയാളം. ഭക്തൻ പറയുന്നു, കൊടി അടയാളങ്ങൾ ഇല്ല, എല്ലാം ശത്രുക്കൾ നശിപ്പിച്ചിരിക്കുന്നു. ദേവാലയം ഉണ്ടോ നോക്കി, അതുപോലുമില്ല, എല്ലാം നശിപ്പിച്ചിരിക്കുന്നു. ഭക്തൻ നിലവിളിക്കുകയാണ്. അങ്ങനെയാണ് പ്രിയമുള്ളവരെ ദേവാലയം നശിപ്പിക്കപ്പെടുന്നത്. അത് നമ്മൾ മുഖാന്തരമാണെന്ന് മറന്നു പോകരുത്. എന്ന് നമ്മൾ ഇവിടുന്ന് അകന്നു പോകുന്നുവോ, ദേവാലയം ശിഥിലമാകും. എന്ന് നമ്മൾ ഇതിനെ താല്പര്യപൂർവ്വം അന്വേഷിച്ച് ഇവിടെ കടന്നു വരുമോ, ദേവാലയം നിലനിൽക്കും, ദൈവ ആരാധന നിലനിൽക്കും, ദൈവജനം നിലനിൽക്കും. അതാണ് തിരുവരി നമുക്ക് നൽകുന്ന ശക്തമായ ഉറപ്പ്. ജൂബിലി വർഷത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം. എല്ലാ വിശുദ്ധ ദിവസങ്ങളിലും ദൈവാരാധനയ്ക്ക് മുഖ്യസ്ഥാനം നൽകിക്കൊണ്ട് ദേവാലയത്തിൽ വരുമെന്നും ദൈവ ആരാധന കഴിഞ്ഞതിന് ശേഷമേ മറ്റു കാര്യാതകൾക്ക് പോകുകയുള്ളൂ എന്നും നമ്മൾ തീരുമാനമെടുക്കുന്നെങ്കിൽ അതിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും എന്നുള്ള യാതൊരു സംശയവും. കഷ്ടപ്പെടുന്ന ഭാരപ്പെടുന്നവരെ ദേവാലയത്തിലേക്ക് കൂട്ടിവരുത്തിട്ട് നിങ്ങളുടെ ആവശ്യം നിങ്ങൾ ദൈവത്തോട് പറയുക. ഇവിടെ ദൈവത്തിൻ്റെ ദൈവമായ സാന്നിധ്യം ഉണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റണമെങ്കിൽ നാം തന്നെ നമ്മുടെ ആവശ്യങ്ങൾ ഇവിടെ നിന്ന് ദൈവത്തോട് അപേക്ഷിക്കണം. ജൂബിലി വർഷം അത് നമ്മുടെ ആവശ്യപ്പെടുന്നു. ദൈവം ചെയ്ത നന്മകളെ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട്, ദൈവം ചെയ്ത നമ്മെ നിലനിർത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട്, പിതാക്കന്മാരിൽ നമ്മൾക്ക് വേണ്ടി ചെയ്ത അത്ഭുത കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കടന്നു പോകാം. ദേവാലയം ആയിട്ട് ബന്ധപ്പെട്ടാണ് ജൂബിലി ആഘോഷിക്കപ്പെടുന്നത്. ഓർക്കുക, ഇവിടെ സലോമോൻ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥന, അടിയൻ ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ നാമം ഉണ്ടായിരിക്കുമെന്ന് നീ അരുളിച്ചത് ഈ സ്ഥലമായ ആലയത്തിലേക്ക് രാവും പകലും തൃക്കൺ പാർത്തരളയണമേ. പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയൻ്റെയും നിന്റെ ദിനമായ ഇസ്രായേലിലെ യാതന കേൾക്കണമേ. നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേൾക്കണമേ, കേട്ട് ക്ഷമിക്കണമേ. ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിച്ചു ഈ ഭൂമിയിൽ ഏറ്റവും നല്ല ആളുകളായിട്ട്, നല്ല സാക്ഷ്യമുള്ള ആളുകളായി, എല്ലാവർക്കും മുൻപന്തി നിൽക്കുന്ന ആളുകളായി നമുക്ക് തീരാം. ദൈവം നിന്റെ വിശുദ്ധാത്മാവിനാൽ അതിനോട് നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും വിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും കലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.